നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ ഷഹാന ആത്മഹത്യ ചെയ്തത് സുഹൃത്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് എന്ന ആരോപണം ശക്തമാവുകയാണ്. കോളേജിലെ തന്നെ PG വിദ്യാർത്ഥിയായ സുഹൃത്തിൻ്റെ കുടുംബം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഷഹാനയെ മാനസിക സമ്മർദ്ദത്തിൽ ആക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടത് യുവ ഡോക്ടറുടെ കുടുംബത്തെയും സമ്മർദ്ദത്തിൽ ആക്കിയെന്നും ആരോപണമുണ്ട്. വിഷയം വിശദമായി പോലീസ് അന്വേഷിക്കും. അമ്മയുടെയും സഹോദരൻ്റെയും മൊഴി രേഖപ്പെടുത്തും. മരണകാരണം സ്ത്രീധനമോ എന്നതിലാണ് പരിശോധന. സുഹൃത്തിൻ്റെ കുടുംബം വൻതുക സ്ത്രീധനം ചോദിച്ചതാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും വിശദമായി അന്വേഷിക്കും. സ്ത്രീധനമാണോ മരണകാരണം എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി കലാമോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഡോക്ടർ സൗമ്യ സരിൻ, പൊതുപ്രവർത്തക, അഡ്വക്കേറ്റ് C. ഷുക്കൂർ, പൊതുപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീമതി കല, 2023 അവസാനം ഇങ്ങനെ ഒരു വിഷയം ഒരു ടെലിവിഷൻ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് ഒരു ദുരവസ്ഥയായാണ് ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. കാരണം ഡോക്ടറിൻ്റെ മരണത്തിന് പോലും ഒരു സ്വകാര്യതയുണ്ട്, അത് ബഹുമാനിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ ഈ മരണത്തിനൊരു കാരണമായി അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് സ്ത്രീധനം നൽകാൻ, വാരിക്കോരി പണം നൽകാൻ ആരുമില്ല എന്നാണ്. ഈ കുറിപ്പ് എഴുതുന്നത് ഈ സമൂഹം ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ട, സമൂഹം തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു ജോലി എന്ന് ആദരിക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണ് എന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീക്ക് താൻ ഇഷ്ടപ്പെട്ട പുരുഷൻ, അവരുടെ കുടുംബം സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ നോ എന്ന് പറയാൻ സാധിക്കുന്നില്ല? ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന മുഴുവൻ സ്ത്രീധനം എന്നൊരു വിഷയത്തെ പറ്റിയാണ്. ഞാൻ പക്ഷേ അത് മാറ്റി നിർത്തി ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം സ്ത്രീധനമല്ല ഇത്. ഇനി എന്തൊക്കെ ആക്ട്സ് വന്നാലും എന്തെല്ലാം നിയമങ്ങൾ വന്നാലും ഇതൊന്നും ഉടനെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. ചില ജില്ലകളിൽ, പ്രധാനമായിട്ടും കൊല്ലം, തിരുവനന്തപുരം ഇങ്ങനെയുള്ള ജില്ലകളിൽ ഒരു ദിവസം ചെക്കൻ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വരുന്നത് തന്നെ സ്ത്രീധനത്തിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. അത് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നൊരു, അതായത് വിവാഹമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം മാറ്റി വെക്കും. എല്ലായിടത്തും ഇല്ല, തിരുവനന്തപുരത്തൊക്കെയാണ് അത് ഭയങ്കര കൂടുതലായിട്ടുള്ളത്. അപ്പം അതവിടെ നിൽക്കട്ടെ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ആ കുറിപ്പിൽ തന്നെ പണമാണ് മുഖ്യം എന്നുള്ളൊരു സൂചനയാണല്ലോ. അത് ആ കുട്ടിയുടെ മെൻ്റൽ സ്റ്റാറ്റസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ല, ഏത് പ്രൊഫഷൻ എന്നൊന്നുമില്ല ഇതിനകത്തിൽ. നമ്മളൊരു പ്രൊഫഷനും ഇതുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റത്തില്ല. എത്രത്തോളം നമ്മൾ പെൺകുട്ടികളെയായാലും ആൺകുട്ടികളെയായാലും മോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് അവൾക്ക് പണം തരാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ അവളെ റിജക്റ്റ് ചെയ്യുന്ന ആണിൻ്റെ മാനസികാവസ്ഥ, റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉടനെ ആത്മഹത്യയാണ് പരിഹാരം എന്ന് ചിന്തിക്കുന്ന പെണ്ണിൻ്റെ മാനസികാവസ്ഥ, ഇത് രണ്ടും മോൾഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്താണുള്ളത്? അത് പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു പക്ഷേ ഞാനടക്കം ഒരു മാനസിക സമ്മർദ്ദം നേരിട്ടാൽ ആരെയാണ് സമീപിക്കേണ്ടത്? സ്വാഭാവികമായി നമ്മൾ ഡോക്ടർമാർ എന്ന തരത്തിലുള്ള ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തരായ, അതിൻ്റെ അക്കാഡമിക് തലത്തിൽ യോഗ്യത നേടിയിട്ടുള്ള ആളുകളെയാണ്. അവരുടെ എണ്ണത്തിലാണ് ഇപ്പോൾ വർധനവുണ്ടാകുന്നത്. അപ്പോൾ സ്ത്രീധനം എന്ന ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ മരണത്തിൽ അഭയം തേടുകയാണ്. അല്ല, അതേ പറഞ്ഞത് ഈ ക്രൈം ഇപ്പം അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ആള് നമുക്ക് ഒരു ഇൻഡയറക്ട്ലി ഒരു ക്രിമിനൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? ഈ ക്രൈം നടത്തുന്നവരിൽ എവിടെയാണ് അക്കാഡമിക്കുമായിട്ട് ബന്ധം? നമ്മളുടെ ഏത് കേസ് എടുത്ത് നോക്കിയാലും അതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുറ്റവാളി ഉണ്ടായിരിക്കും, അല്ലേ? നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പല ക്രിമിനൽ കേസിൻ്റെയും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ തന്നെയായിരിക്കും. അപ്പം പക്ഷേ അവരെ ഇമോഷണലി വാർത്തെടുക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് എന്താണ് ഉള്ളത്? കുട്ടികളെ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പ്യൂബർട്ടി നേരത്തെയാണ്.
അതനുസരിച്ച് ഇമോഷണലി വാർത്തെടുക്കാൻ എന്ത് സിസ്റ്റം ഉണ്ട്. ഏറ്റവും കൂടുതൽ മിക്സഡ് സ്കൂൾസിലായാലും കോളേജസിലായാലും ഒക്കെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുത്തി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഇമോഷണൽ, ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയായിരിക്കും, ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു അവസരം കൊടുത്തു നോക്ക്, വിറയ്ക്കും. ക്ലാസ്സിൽ തന്നെ ഏറ്റവും ബഹളമുള്ളൊരു കുട്ടിയായിരിക്കും, മുന്നിലോട്ട് വന്ന് നിൽക്കാൻ പറയുമ്പോൾ വിറയ്ക്കും. അപ്പം അതൊക്കെ മോൾഡ് ചെയ്യാൻ നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഇതിൽ ഒരു ഇതും ഇല്ല, ഒരു സിസ്റ്റവും ഇല്ല. അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അത് ചർച്ച ചെയ്യുന്നു, അത് കഴിഞ്ഞ് അത് അവർ ക്ലോസ് ചെയ്യുന്നു, പിന്നെ അടുത്ത പ്രശ്നം വരുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നു. ഇതിനകത്തിൽ ഞാൻ ഈ ഘട്ടത്തിലൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ സൗമ്യയിലേക്ക് പോകുന്നത്. സൗമ്യ, ഞാൻ താങ്കളോട് ചോദിക്കാൻ കരുതിയിരുന്ന ചോദ്യമല്ല, എങ്കിലും ഇവിടെ ശ്രീമതി കല പറഞ്ഞതുപോലെ അതായത് സമൂഹത്തോട് ഇടകലർന്ന് അല്ലെങ്കിൽ ഇഴുകിച്ചേർന്നൊക്കെ പോകുന്ന കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഒരു സെമിനാർ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം ധൈര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ PG ഡിപ്പാർട്ട്മെൻറ്റ് സ്വാഭാവികമായും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികളും ഇത് പഠിക്കുന്നുണ്ട്. ഞാൻ അവർ നേരിടുന്ന പ്രഷർ ഒരു പരിധിവരെ മനസ്സിലാക്കുന്ന ആളാണ്. കാരണം എത്രയോ ചെറുപ്പത്തിൽ സ്കൂൾ തലം മുതൽ അത്രമേൽ അക്കാഡമിക് ബ്രില്യൻ്റായി പിന്നീട് കോളേജ് തലത്തിലെത്തുമ്പോൾ വളരെ മികച്ച പഠന മികവ് പുലർത്തി അങ്ങനെ മാത്രമേ ഒരാൾക്ക് PGയിലേക്ക് എത്താൻ സാധിക്കൂ. അവർക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശ്രീമതി കല പറയുന്നത് പോലൊരു സാഹചര്യം ഇല്ല എന്നാണോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? നോക്കൂ അഭിലാഷ്, അങ്ങനെ ഒരു അവസ്ഥ ഡോക്ടർമാർക്കിടയിൽ മാത്രമല്ല, മിസ് കല പറഞ്ഞ പോലെ അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്ടർമാർക്കിടയിലും ഉണ്ട് എന്നാണോ? ഞാൻ എന്റെ PG ഞാൻ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടും ഒക്കെ താഴെക്കടയിൽ നിൽക്കുന്ന ആളുകൾക്കിടയിൽ ആണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അത് തെറ്റാണ്. സത്യത്തിൽ അവിടെ കുറച്ച് സ്ത്രീധനം കൂടുതൽ, ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്ത്രീധനത്തിന്റെ അളവൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 150 പവൻ, അതുപോലെ 15 ഏക്കർ സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു ലക്ഷക്കണക്കിന് രൂപ, കാറ് എല്ലാം ഉണ്ട് എന്നാണ് BMW കാറ്. എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് തന്നെ ആ ചോദിച്ചു എന്ന് പറയുന്ന ഫാമിലിയോടും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കാമുകനായിട്ടുള്ള വ്യക്തിയോടുമാണ്. കാരണം കൂടുതലായിട്ടൊന്നും ചോദിക്കാനില്ല. എനിക്ക് നമ്മുടെ ഗോഡ് ഫാദറിൽ ഇന്നസെന്റ് ചോദിച്ച ഒരു വാചകം മാത്രമാണ് ചോദിക്കാനുള്ളത്. എന്തിനാ താനൊക്കെ പഠിക്കുന്നത് എന്ന് ചോദിച്ചില്ലേ. നമ്മളൊരു പഠിക്കുന്നത്, അതിപ്പോ ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ, ഡിഗ്രികൾ വാരിക്കൂട്ടുന്നതല്ല പഠനം. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവേണ്ടത് ഒരു വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കാനാണ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയൊക്കെ പഠിച്ച് ഇപ്പോ ആ വ്യക്തിയും ഡെഫിനറ്റ്ലി ഒരു PG സ്റ്റുഡന്റോ അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, PG സ്റ്റുഡന്റോ അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ ഡോക്ടറോ ആയിരുന്നിരിക്കും. PG കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ഈ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു ഡോക്ടർ തന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിന്റെയൊക്കെ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ ആ ഐഡന്റിറ്റി പുറത്തുവിടുന്നില്ല. അതെ, എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ ആരാണ് എന്നുണ്ടെങ്കിലും ഇത്രയും ഒരു MBBS കഴിഞ്ഞ് PG കഴിഞ്ഞ് നിൽക്കുന്ന ഒരാള്, ഇത്രയും പഠിപ്പുള്ള ഒരാള്, നമ്മൾ ഈ പഠിപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് കോമയിൽ ഇടേണ്ടത് ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം പഠിച്ചത്? ഇങ്ങനെ ഒരു ഡോക്ടർ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതേ മാനസികാവസ്ഥയോടുകൂടി വന്നു കഴിഞ്ഞാൽ, നാളെ നമ്മളിപ്പോ കേൾക്കുന്നതല്ലേ പലതരത്തിലുള്ള കൈക്കൂലികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആശുപത്രികളിൽ, ഇതേ മെന്റാലിറ്റി തന്നെ ആയിരിക്കില്ലേ ഈ സമൂഹത്തോടും ഇദ്ദേഹവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫാമിലിയും കാണിക്കാൻ പോകുന്നത്? അല്പസമയം മുമ്പ് ഞങ്ങൾ പൊതുവേദിയിലടക്കം ആ സംശയമാണ്. അതായത് ഈ പെൺകുട്ടിയുടെ മാറ്റി നിർത്തി ഈ പണം ചോദിച്ച ആ ഒരാൾ സാമൂഹ്യ സേവനത്തിനിറങ്ങുകയാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ. അതായത് നമുക്ക് ഈ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ദരിദ്രനായ ഒരാൾക്ക് അസുഖം വന്നാൽ അയാളെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു രോഗിയെ കൺമുന്നിൽ എങ്ങനെയായിരിക്കും കാണുക? അതെ, ഈ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാവുമല്ലോ. വിവാഹ കമ്പോളത്തില് ഒരു ടാഗ് ഇട്ടിരിക്കുകയാണ്, ഇത്ര കോടി രൂപ BMW കാർ എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ടൊരു വിൽപ്പന ചരക്കാക്കി വെക്കാൻ ഇത്രയും ഉടുപ്പില്ലാത്ത ഒരാള് ഈ സമൂഹത്തിലേക്ക് ഒരു ഡോക്ടർ അല്ല, എന്തായിട്ട് ഇറങ്ങിയിട്ടും കാര്യമില്ല. സോ അദ്ദേഹം പഠിച്ചത് എന്താണെന്നുള്ളത് ഇനിയെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും, പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ഫാമിലിയോട് കൂടി പറയാനുള്ളത്, ഇങ്ങനെ വിൽപ്പനച്ചരക്കാക്കി വെക്കാനാണ് ആൺമക്കളെ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ എത്രയോ മാന്യതയുണ്ട് ഒരു കന്നുകാലി കച്ചവടം നടത്തുന്നതിന്. ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കരുത്, ഇതിന് വേണ്ടിയിട്ട്, അതായത് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അഡ്വക്കേറ്റ് C. ഷുക്കൂർ, അതായത് ഇവിടെ നമുക്ക് നിയമപരമായ ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അല്പസമയം മുമ്പ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആ കുടുംബത്തിൽ പോയിരുന്നു, കുടുംബവുമായി സംസാരിച്ചിരുന്നു.
ഈ ആത്മഹത്യാക്കുറിപ്പിൽ പോലും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നില്ല. അതുകൊണ്ടാണ് സൗമ്യ സരിൻ സൂചിപ്പിച്ചപ്പോൾ പോലും ആ വ്യക്തിയെ അറിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഏതാണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയെ. അദ്ദേഹം നേരത്തെ ഒരു ഡോക്ടർ ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ടപ്പോഴൊക്കെ പ്രതിഷേധത്തിന് മുൻനിരയിലൊക്കെ നിന്ന ആളാണ്. നമുക്കിതിൻ്റെ ഒരു നിയമവശത്തിലേക്ക് വന്നാൽ പൊതുവേ ഈ സ്ത്രീധന വിഷയങ്ങളൊക്കെ തെളിയിക്കപ്പെടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അതാകട്ടെ പലപ്പോഴും വിവാഹശേഷം അത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വശപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കേസൊക്കെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാവുന്നത് വിസ്മയയുടെ വിഷയമാണ്. അത് അത്രയും സാമൂഹികമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് മാധ്യമ ശ്രദ്ധ ലഭിച്ചതുകൊണ്ട് അല്പസമയം മുമ്പ് ഞങ്ങളുടെ പൊതുവേദിയിൽ നിരവധി ആളുകൾ പ്രതികരിച്ചു. അവർ പറയുന്നത് തങ്ങളുടെ ഒക്കെ അയൽവക്കത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു, അത് പലതും മാധ്യമങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നിയമസാധുതയുണ്ടോ? ആ കത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വനിതാ കമ്മീഷൻ എത്തുന്നുണ്ട്, പോലീസ് എത്തുന്നുണ്ട്, പക്ഷേ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായും പോലീസ് അന്വേഷണത്തിൽ ഒരു സ്വാഭാവികമായിട്ടും ഒരു അസ്വാഭാവിക മരണത്തിന് CRPC 174 പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാനാ സാധ്യത. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കുന്ന ഘട്ടത്തില് ഇതില് സ്ത്രീ ഈ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാ പ്രേരണ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാല് ആത്മഹത്യാ പ്രേരണ കാരണക്കാരനായ ഒരാളോ അല്ലെങ്കിൽ ആൾക്കൂട്ടമോ ഉണ്ടെങ്കിൽ അവരെ പ്രതി ചേർത്ത് കൂടുതൽ അന്വേഷണം നടത്തി അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധ്യമാകും. ആത്മഹത്യാക്കുറിപ്പ് ഉള്ള സ്ഥിതിക്ക് ആത്മഹത്യാക്കുറിപ്പ് എന്താണ് പറഞ്ഞത്, അതിലെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പൊ ഈ ഘട്ടത്തിൽ എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും അതാണ് ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ലോ, ഒരാളുടെ ആത്മഹത്യാക്കുറിപ്പ് ഇങ്ങനെ പബ്ലിക്കായി വായിക്കുക എന്ന് പറയേണ്ടി വരുന്നത് തന്നെ നമുക്ക് ഈ ലജ്ജാകരമാണ്. യഥാർത്ഥത്തിൽ ഈ സമൂഹം തല താഴ്ത്തേണ്ട ഒന്നായതുകൊണ്ടാണ്. അതിലെ 1-2 വാചകം മാത്രം ഞാൻ സൂചിപ്പിക്കാം. വാപ്പ പോയി, എനിക്ക് ആശ്രയമില്ലാതെയായി, കൊട്ടക്കണക്കിന് സ്ത്രീധനം നൽകാൻ എനിക്ക് ആരുമില്ല, സ്നേഹബന്ധത്തിന് ഈ ഭൂമിയിൽ വിലയില്ല, എല്ലാം പണത്തിനു വേണ്ടി മാത്രം. ഇതാണ് ആത്മഹത്യാക്കുറിപ്പിൻ്റെ കണ്ടന്റ്. ഞാൻ ആവർത്തിക്കുന്നു, ഇതിങ്ങനെ വായിക്കേണ്ടി വരുന്നതിൻ്റെ ലജ്ജാകരം എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വായിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വ്യക്തമാണ്. പോലീസിന് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്ന സമയത്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉണ്ടാവും, വാട്സപ്പ് മെസ്സേജുകളോ അവർ തമ്മിലെ കമ്മ്യൂണിക്കേഷൻസോ ഉണ്ടാവും, സുഹൃത്തുക്കള് സാക്ഷികളായിട്ടുണ്ടാവാം, പണം ആവശ്യപ്പെട്ടതിന് മറ്റു സാക്ഷികൾ ഉണ്ടാവാം. ആ കാര്യം ഇപ്പൊ അവർ പറയുന്ന 3 കാര്യം, ഒന്ന് വാപ്പ മരിച്ചു, എനിക്ക് ആരുമില്ല എന്നില്ല, അത് ഏറ്റവും ദുർബലമായ ഒരു സംഗതിയാണ്. നമ്മളെ പെൺകുട്ടികൾ ഇപ്പം ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ആങ്ങള ഉണ്ടായാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊരു തോന്നല് ഏറ്റവും അപകടം പിടിച്ചൊരു തോന്നലാണ്. സ്ത്രീകൾക്ക് അങ്ങനത്തെ ചിന്ത ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലേ അഡ്വക്കേറ്റ് ഷുക്കൂർ, നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പറയട്ടെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് സ്ത്രീ സമൂഹത്തിന് ഇപ്പോഴും ശാക്തീകരണം ഉണ്ടായിട്ടില്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഒരു PG ഹൈ റാങ്കോട് കൂടി MBBS പാസ്സായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകുട്ടി പോലും എന്റെ വാപ്പ മരിച്ചാൽ ഞാൻ അനാഥയായി എന്ന തോന്നൽ ഉണ്ടാകുന്നത് ഏറ്റവും ദുർബലമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതിന്റെ തെളിവാണ്. അത് നമ്മളെല്ലാം ഉത്തരവാദിയാണ്. സ്ത്രീകൾ എപ്പോഴും ആശ്രയിക്കേണ്ടവരാണ്, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടവരാണെന്നുള്ള സാമൂഹ്യ ബോധം ചെറിയ പ്രായത്തിൽ അവർ തലയിൽ അടിച്ചു കയറ്റുന്നതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അത് നമ്മൾ മാറ്റിയെടുക്കണം. പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണെന്നും വിവാഹമോ അല്ലെങ്കിൽ ആങ്ങളെയോ അല്ലെങ്കിൽ പിതാവോ അല്ല അവർ സംരക്ഷിക്കപ്പെടേണ്ടതെന്നും അവർക്ക് സ്വന്തമായി കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്, പേഴ്സണാണ് അല്ലെങ്കിൽ സിറ്റിസൺ ആണ് സ്ത്രീ എന്നും അവരെ പഠിപ്പിക്കാൻ കഴിയാത്ത കാലത്തോളം നമ്മൾ പരാജയപ്പെട്ട സമൂഹമായി നിലകൊള്ളും. രണ്ടാമത്തെ കാര്യം, അതിൽ പിന്നെ പറയുന്നത് സ്ത്രീധനം നൽകാൻ കഴിയാത്തത് കൊണ്ട് പണമാണ് വലുത്, സ്നേഹമല്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി നേരത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലവ് അഫെയറിൽ ഉണ്ടായിരുന്നു എന്നും ആ ആള് അവരോട് പണം ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഈ പ്രണയം എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവർ തമ്മിൽ ഏതാണ്ട് വിവാഹമൊക്കെ പറഞ്ഞു വെച്ചതാണ് എന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ പോലീസിനെ അവർക്കെതിരെ കേസെടുക്കാം. ഈ ചർച്ച നമ്മൾ നടത്തുന്ന സമയത്ത് അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്രതികരണം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയല്ലല്ലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ വേറൊരു വിഷയം, നമ്മൾ എല്ലാ കാര്യവും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാവുന്ന ഒരു സാഹചര്യമല്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലീഗൽ ഒരു സ്ക്രൂട്ടിനി നടക്കേണ്ട സംഗതി. ഇപ്പൊ ഒരു പോലീസിന് എല്ലാ കാര്യവും തുറന്നു പറയാൻ എല്ലാ സമയത്തും പറ്റൂല.
നമ്മളിപ്പം ആ ചെറിയ 6 വയസ്സായ മോളെ കാണാൻ 10 വയസ്സായ മോളെ കാണായ സമയത്ത് എന്താ നമ്മുടെ പോലീസ് ചെയ്തത്? ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യേണ്ടി വരും. എല്ലാ കാര്യവും പരസ്യപ്പെടുത്തി ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞാൽ അവർ മുങ്ങും, തെളിവുകൾ നശിപ്പിക്കപ്പെടും. അപ്പൊ പോലീസ് സാവധാനം ശേഖരിക്കാവുന്ന തെളിവുകൾ ശേഖരിച്ച് ഏതൊക്കെ നിലയിൽ അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള സാധ്യതകളുണ്ടോ, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്, ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് സാക്ഷികളുണ്ട്, അവരിന്നെല്ലാം എല്ലാ തെളിവുകളും ശേഖരിച്ച് ഫുൾ ഫ്ലെഡ്ജായി അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായ ഒരു അന്വേഷണ സംഘമാണ് കേരളത്തിലുള്ളത്. അതിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ഘട്ടത്തിൽ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട. പോലീസ് ആ കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഒരു പരാതി ഉണ്ടാവണം. ആ വീട്ടിൽ ഒരിക്കലും ഞാൻ പോലീസിനെ അല്ല ബ്ലെയിം ചെയ്തത്. ഞാൻ പറഞ്ഞത് ഈ കുടുംബം പരാതിയുമായി പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് വനിതാ കമ്മീഷൻ എത്തി. വനിതാ കമ്മീഷൻ ഷാർപ്പായാണ് സംസാരിച്ചത്. അതായത് ഞാൻ കുടുംബവുമായി സംസാരിച്ചിരുന്നു, അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ തന്നെയാണ്, ഈ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് സഹോദരനും ഉമ്മയും ഒക്കെയായി സംസാരിച്ചപ്പോൾ എന്നാണ്. ഒരു പക്ഷേ അവർ സ്ട്രോങ് ആയി നിന്നാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ സാധിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ ഇൻപുട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വനിതാ കമ്മീഷനോട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസിനോട് അവർ പറയാൻ തയ്യാറാവും. പോലീസിനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തെ അൺനാച്ചുറൽ ഡെത്തിന്, അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത FIR സ്വാഭാവികമായിട്ട് വകുപ്പുകൾ മാറ്റി മറ്റു വകുപ്പുകൾ ചേർത്ത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് നൽകും. അങ്ങനെ റിപ്പോർട്ട് നൽകുന്നതോടുകൂടി ആ കേസിലെ മറ്റു സാക്ഷികൾ ആരൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളുണ്ട്, പ്രതികൾ ആരൊക്കെ വരുന്ന, ആ കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി അന്വേഷിച്ച് അതിലെ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയുമെന്നാണ് ഞാൻ തീർച്ചയായും കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ സാധിക്കും കേരള പോലീസിനെ എന്ന പ്രതീക്ഷയുമാണ് പുലർത്തുന്നത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അൽ മുസാദിർ ഗ്രൂപ്പിന്റെ PG ഡോക്ടറിന്റെ മരണകാരണം സ്ത്രീധനമോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീമതി കലാമോഹൻ, ഇവിടെ പാനൽ ഏതാണ്ട് ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രശ്നമാണ് എന്നാണ്. എനിക്ക് തോന്നുന്നു സാമൂഹിക വ്യവസ്ഥിതി പെട്ടെന്ന് തിരുത്താൻ പറ്റില്ല എന്നാണ്. പക്ഷേ വിദ്യാഭ്യാസപരമായി മാറ്റം വരുത്തണമെങ്കിൽ അത് നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് കുടുംബത്തിനുള്ളിൽ. ഇപ്പം ഇവർ തമ്മിൽ നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, ഇത് ബ്രേക്ക് ആവുന്ന ടൈമിൽ പെൺകുട്ടിക്ക് മാത്രം നേരിടുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇത്രയും നാൾ അവൻ്റെ കൂടെ ചുറ്റിത്തിരിഞ്ഞു, ഇനി നിന്നെ ആര് കെട്ടും? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വരും. അതൊക്കെ അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കണം. ഓൾറെഡി അവള് ഷാറ്റേർഡ് ആയിരിക്കും, തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലോ എല്ലാവരും അറിഞ്ഞ് നാട്ടുകാരും അറിഞ്ഞ് ഇനി എങ്ങനെ മുന്നോട്ട്, അതൊരു ചോദ്യമാണ്. എല്ലാ കുടുംബത്തിലും ഇപ്പോഴും നിലനിൽക്കുന്ന ചോദ്യമാണ്, പെൺകുട്ടിക്ക് മാത്രം നേരിടുന്ന. ഞാൻ ഫെമിനിസം പറയല്ല, ഞാൻ പറയുകയാണ്. കാരണം ഞാനൊരു സിംഗിൾ മമ്മാണ്, സിംഗിൾ മദറാണ്. ഇപ്പം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾക്കും പലപ്പോഴും നേരിടുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഒറ്റയ്ക്ക് നമ്മളുടെ അതിനാണ് വിദ്യാഭ്യാസം, അതിനാണ് തൊഴിൽ, അതിനാണ്. നമുക്ക് ഈ ചോദ്യം വരില്ല. നമുക്കൊരു റിജക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു കോളേജ്, മാറിവാനസ് കോളേജിലെ കൗൺസിലർ കൂടെയാണ്. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് ഞാൻ എപ്പോഴും പറയും, ആൺകുട്ടികളോടും പറയും. കാരണം ഇതിപ്പോ പെൺകുട്ടിയാണ് മരിച്ചത്, തിരിച്ചും സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് റിജക്ഷൻ ഫേസ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല? അത് അവരെ അതുപോലെ ഇപ്പോൾ അധികവും എനിക്ക് തോന്നുന്നു ഈ പ്രണയിക്കുന്ന ആളെ കിട്ടുന്നില്ല എങ്കിൽ കൊല്ലുക എന്നുള്ളൊരു ട്രെൻഡിലേക്കാണ് ആൺകുട്ടികൾ ഇപ്പോൾ മാറുന്നത്. വാർത്തകളിൽ അത് മാത്രം വരുന്നോണ്ടാണ് എത്രയോ ആൺകുട്ടികൾ ഡിപ്രസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. എത്രയോ ആൺകുട്ടികൾ അത് ശരിയായിരിക്കാം, പക്ഷേ ഡിപ്രസ്ഡ് ആവുന്ന സംഭവങ്ങൾ മാധ്യമങ്ങളിൽ വരണമെന്നില്ല. പക്ഷേ കൊലപാതകം അധികവും ആക്രമിക്കപ്പെടുമ്പോഴാണ് വരുന്നത്. ഇപ്പം കൊലപാതകമാണെങ്കിലും ആൺകുട്ടികൾ മാത്രമല്ല, ഗ്രീഷ്മ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? അപ്പൊ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ചെയ്യണമെങ്കിൽ അതും അക്കാഡമിക് ക്വാളിഫിക്കേഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം, കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ആൺ പെൺ വ്യത്യാസമില്ലാതെ രണ്ടുപേർക്കും ഒരേ നീതിയായിരിക്കണം. പെൺകുട്ടികൾ പുറത്തോട്ടിറങ്ങി എന്തൊരു പേര് ദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് തന്നെ ആയി പോകും. അവരുടെ തലയിൽ അങ്ങനെ അടിച്ചാണ് വളർത്തുന്നത്.
അത് ആ ഒരു ചിന്ത മനസ്സിൽ കിടന്നിട്ട് പിന്നെ എത്ര വലിയ ഉദ്യോഗത്തിൽ പോയാലും അതവിടെ നിന്ന് മാറത്തില്ല. ഒരാളുടെ ജീവിതം തുലയ്ക്കാൻ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി. നിന്നെ ഇനി ആര് കെട്ടും, നീ ഇനി എന്ത് ചെയ്യും, ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി ഒരാളുടെ ജീവിതം തുലയ്ക്കാൻ. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ആ ഒരു ആർജവം കൊടുക്കേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം മാതാപിതാക്കളാണ്, സ്വന്തം ആങ്ങളമാരാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ നിന്നെ ഡിസർവ് ചെയ്യുന്നില്ല. അതാണ് പറയേണ്ട മറുപടി. അവൻ നിന്നെ ഡിസർവ് ചെയ്യുന്നില്ല. തീർച്ചയായും. ഡോക്ടർ സൗമ്യ, ഇവിടെ ഇപ്പോൾ ഈ ഭർത്താവ്, കുടുംബം, മക്കൾ എന്നതൊന്നും തെറ്റായ ഒന്നല്ല. അതൊക്കെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. പക്ഷേ ഭാര്യയും ഭർത്താവും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്തും അതോടൊപ്പം തന്നെ തൊഴിൽ നേടിയും ഒക്കെയാണ് ഇന്നത്തെ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഓരോ കുടുംബവും മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഇവിടെ ശ്രീമതി കല പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടായാൽ എനിക്ക് ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ അവരെല്ലാം ഇങ്ങനെ ആശ്രയമായി ഉണ്ടാകേണ്ടതില്ല. ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് കുടുംബത്തോടൊപ്പം ഈ സമൂഹത്തോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ സാമൂഹികമായി ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. അതിന് വിവാഹം പോലും, ഇപ്പോൾ മാഡം ഇവിടെ സൂചിപ്പിച്ചു, നിന്നെ ആര് കെട്ടുമെന്ന് ചോദിച്ചാൽ കെട്ടിയില്ല എങ്കിലും ഒന്നും സംഭവിക്കാനില്ല എന്ന ചിന്ത ആരിൽ നിന്നാണ് ഈ കുട്ടികൾക്ക്, ഇവിടുത്തെ ഈ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടത്? അത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവര് അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് കൊടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പോ കുറെ കുട്ടികൾ ആക്ച്വലി ഈ ഒരു തലമുറ വളരെയധികം മാറിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും നമ്മൾ വായിക്കുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അവർ കല്യാണത്തിന് വരെ മുതിരുന്നില്ല. ഇന്ന് അതിനോടുള്ള താല്പര്യം പെൺകുട്ടികളിൽ വളരെയധികം കുറഞ്ഞാണ് കാണപ്പെടുന്നത്. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. എല്ലാ കുട്ടികളും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഒരുപോലെയല്ല. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, ഇപ്പൊ ഈ കുട്ടിയുടെ പറയുമ്പോൾ വീട്ടില് ഉപ്പ മരണപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോ അങ്ങനെയുള്ള പല തരത്തിലുള്ള സ്ട്രഗിൾസിലൂടെ, എന്നിട്ടും ആ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്നതാണ്, നമ്മൾ MBBS കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു PGക്ക് പ്രിപ്പയർ ചെയ്ത് അതിന് കിട്ടി, അതൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾസിലൂടെ ആ കുട്ടി പോയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ട് പോലും എന്തിനു വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞു എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ. ഇപ്പോ കുറച്ചു മുമ്പ് മിസ് കല പറഞ്ഞ പോലെ തന്നെ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ കുട്ടി സ്നേഹിച്ച ആ ഒരു ആള് ആ കുട്ടിയെ ഡിസർവ് ചെയ്യുന്നില്ല. അത് നമ്മുടെ പെൺകുട്ടികൾ, അത് പെൺകുട്ടി ആയാലും ശരി ആൺകുട്ടി ആയാലും ശരി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യനെ ഇനി ഈ പറയുന്ന സ്ത്രീധനം എല്ലാം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അയച്ചാലും ഈ ഒരു മാനസികാവസ്ഥയുള്ള ആളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ആ കുട്ടിക്ക് കഴിയുമോ? സത്യത്തിൽ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ അത് എത്രയോ നല്ലതാവുമായിരുന്നു ആ ജീവിതത്തിന്. പക്ഷെ നമ്മുടെ പെൺകുട്ടികളിൽ ചിലർക്ക് എങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പലരുടെയും ഇപ്പോഴും ഒരു ജീവിതത്തിന്റെ ഒരു ഫൈനൽ ഇതെന്ന് പറയുന്നത് എഡ്യൂക്കേഷനോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ജോലിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു എയിമിനേക്കാൾ കൂടുതൽ വിവാഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് തലയിൽ വല്ലാതെ ആഴ്ന്നിറങ്ങിയ കുറച്ചൊരു ശതമാനം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷെ ഗ്രാജുവലി അതിൽ മാറ്റം വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെയധികം സെൽഫ് ഡിപെൻഡന്റ് ആണ്. അവർ സ്വന്തം കാലിൽ നിൽക്കാനും ആർക്കും കല്യാണമല്ല അവരുടെ ഫൈനൽ ആയിട്ടുള്ള അതെ, ഇത് തന്നെ ഇപ്പോൾ ഈ PG വിദ്യാഭ്യാസം പൂർത്തിയായാൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ജോലിയിലേക്കാണ് അവർ കടക്കുന്നത്. എത്രയോ ആളുകളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരാളാണ്. അവിടെയാണ് കേവലം ഒരു വ്യക്തി മാത്രം തിരസ്കരിച്ചു എന്നതിന്റെ പേരിൽ ജീവിതമില്ലാതാക്കിയത്. ഒരിക്കലും ഇല്ല. നാളെ ഇവർ രണ്ടുപേരും, ഇപ്പൊ ഒരു ഡോക്ടർ, ആ കുട്ടി ഒരു ഡോക്ടറെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ പോലും രണ്ടുപേരും ഒരുപോലെ, ഈ കുട്ടി ഒരു സർജൻ ആയിട്ടോ ഇനി അല്ലെങ്കിൽ അതിലും മീതെ പഠിച്ചാൽ ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിട്ടോ ഗാസ്ട്രോ സർജൻ ആയിട്ടോ ഒക്കെ മാറേണ്ട ഒരു കുട്ടിയായിരുന്നു. എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോവേണ്ട ഒരു ജീവിതമായിരുന്നു. അതാണ് ഒട്ടും തന്നെ അർഹിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. സോ നമ്മുടെ ലൈഫിന് ഇത്രത്തോളമേ വിലയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ പെൺകുട്ടികൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അത് ഇത്തരത്തിലുള്ള ഒട്ടും അർഹതയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഉടഞ്ഞ് എറിഞ്ഞ് കളയേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം. നമുക്ക് എത്രയോ മുന്നോട്ടുണ്ട്. നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരിക്കലും നമ്മുടെ ലൈഫ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, അതും ഒട്ടും അർഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി ദയവ് ചെയ്തിട്ട് നമ്മുടെ പെൺകുട്ടികൾ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീമതി കല, ഈ പൊതുവെ കുട്ടികളോട്, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രണയം എന്നതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുതുമയും ഉള്ള ഒന്നല്ല. ഏറ്റവും നല്ലത് പ്രണയിച്ച് തന്നെ ജീവിക്കുന്നതാണ്. കാരണം വളരെ കൃത്യമായി പരസ്പരം അറിയാൻ സാധിക്കും. ജാതിമത ചിന്തകൾ അവിടെ ഉണ്ടാകാറില്ല. ഈ വലിയവനെന്നോ ചെറിയവനെന്നോ ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്ത്രീധനം വില്ലനായി മാറുന്നു. അതിനപ്പുറത്ത് ജാതിയും മതവും രാഷ്ട്രീയവും
സമ്പത്തുമൊന്നും ഇല്ലാത്ത ഒരു പ്രണയമുണ്ട്. അതാണല്ലോ യഥാർത്ഥ പ്രണയം. അതുകൊണ്ട് അങ്ങനെ അവർ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത്. പക്ഷേ അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തിക്താനുഭവം ഉണ്ടായാൽ അവർ എന്ത് ചെയ്യണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകാൻ സാധിക്കുക. ഇന്നലെ എന്നെ CET കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാൻ. എനിക്ക് അതിൻ്റെ ടോപ്പിക്ക്, ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 24 വർഷമാവുന്നു പഠിച്ചിറങ്ങിയിട്ട്, ഇതുവരെ കിട്ടാത്തൊരു അടിപൊളി ടോപ്പിക്കായിരുന്നു. അതായത് മെൻസ് മെൻ്റൽ ഹെൽത്ത്, ആണുങ്ങളുടെ മാനസികാവസ്ഥ. അതിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിന് എനിക്ക് ക്ഷണം കിട്ടിയത്. അവിടെ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ക്ലാസ്സിന് വിളിക്കും, പ്രായക്കാര പെൺകുട്ടികൾ, അല്ലെങ്കിൽ കോളേജിലായാലും പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട്, ആൺകുട്ടികൾക്ക് അവിടെ പ്രവേശനം. ഇത് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി നമ്മൾ അതും ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റി. അവർക്കും നല്ലതായിരുന്നു എന്ന് അവരെനിക്ക് ഫീഡ്ബാക്ക് തന്നു. അപ്പം ഇങ്ങനെയുള്ള ചർച്ചകൾ, അല്ലാതെ ക്ലാസ് അല്ല, ചർച്ചകൾ, അതിന് ഒരു പീരീഡ് വെക്കണം. അപ്പം പേരൻസ് ചിലപ്പം അങ്ങനെ മോൾഡ് ചെയ്തായിരിക്കും അവരെ വിടുന്നത്. പക്ഷെ നമ്മളാണ് കൂടുതൽ നേരം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സ്കൂൾസിലും കോളേജസിലും നമ്മളാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം അതിനൊരു പീരീഡ് വെച്ചിട്ട് ചർച്ചകൾ നടത്തണം. അവരെ അഴിച്ചു പണിയാൻ ഒരു അവസരം കൊടുക്കണം. കാരണം 19-20 വയസ്സ് വരെയൊക്കെ നമുക്ക് അവരെ മോൾഡ് ചെയ്യാൻ പറ്റൂ. പിന്നീട് അങ്ങോട്ട് ഒന്നിനും ചാൻസ് ഇല്ല. അപ്പം ആ ടൈമിൽ ഒരുമിച്ചിരുത്തി ചർച്ചകൾ നടത്തി റിജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അത് ഒരു ടോപ്പിക്കാക്കാം. പിന്നെ അതുപോലെ ഇങ്ങനെ പ്രണയം എന്താണ്, കാരണം യഥാർത്ഥ പ്രണയമാണ് ആണെങ്കിൽ ഇയാൾക്ക് എങ്ങനെ ഇതിനെ ഇങ്ങനെ ഇത്രയും ഹീനമായിട്ട് വലിച്ചെറിയാൻ പറ്റും, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു എത്തിക്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ മോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. എന്തായാലും ഈ സാമൂഹികമായ മാറ്റമുണ്ടാകണം, വിദ്യാഭ്യാസ മേഖലയിലടക്കം മാറ്റമുണ്ടാകണം. ഒപ്പം നമ്മളെ കരുതുന്നവർക്ക് വേണ്ടിയാണ് ഈ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. നമ്മളെ തള്ളിക്കളയുന്നവർക്ക് വേണ്ടി ജീവിതം ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് നമ്മുടെ യുവതലമുറയെ ആവർത്തിച്ച് പഠിപ്പിക്കാൻ നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ അധ്യാപകരും നമ്മുടെ സമൂഹവും ഒരുപോലെ തയ്യാറാകണം. അപ്പോൾ മാത്രമാണ് ഷാഹ്നമാർ ആവർത്തിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ, ഒപ്പം ഈ അതിഥികളായി പങ്കെടുത്തവർ എല്ലാവരും തന്നെ നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ചർച്ച പൂർത്തീകരിക്കുന്നത് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാനലിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി